MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ അന്വേഷിക്കും എന്നവർക്ക് പറയേണ്ടി വരികയും ചെയ്തത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്വേഷിക്കാൻ സമ്മതിച്ച ED അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിലാണ് BJP നേതാക്കൾക്കെതിരെ ഒരു പോറലും വരാതെ രീതിയിൽ ചാർജ് ഷീറ്റ് തന്നെ തിരുത്തി എഴുതി BJPയുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. കൗതുകകരമായ കാര്യം, തൃശ്ശൂരിൽ 6 ചാക്കുകളിൽ കെട്ടി 9 കോടി രൂപ കുഴൽപ്പണം എത്തിച്ചെന്നും അത് സംബന്ധിച്ച് പരസ്യമായിട്ട് വാർത്താ മാധ്യമങ്ങളോട് തന്നെ ചൂണ്ടിക്കാണിച്ചത് BJP ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷാണ്. ഈ തിരൂർ സതീഷിൻ്റെ മൊഴിയെടുക്കാൻ പോലും യഥാർത്ഥത്തിൽ ED തയ്യാറായിട്ടില്ല. ഇത്ര ഗുരുതരമായ ആരോപണം കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് 9 കോടി രൂപ തൃശ്ശൂർ ഓഫീസിൽ എത്തിച്ചു എന്ന് ഓഫീസ് സെക്രട്ടറി തന്നെ മൊഴി നൽകിയിട്ടും പത്രങ്ങൾക്കെല്ലാം കൃത്യമായ വിശദീകരണം നൽകിയിട്ടും ED അദ്ദേഹത്തോട് പോലും മൊഴി രേഖപ്പെടുത്തി കേസിൻ്റെ ഭാഗമാക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വിചിത്രമായ കാര്യമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവർക്കും അറിയാം. അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ അറിവോടുകൂടിയാണ് കുഴൽപ്പണ ഇടപാട് നടന്നത് എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേശൻ, സംസ്ഥാന സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീശൻ നായർ എന്നിവരെല്ലാം ധർമ്മജൻ വഴി ഏതാണ്ട് 53.4 കോടി രൂപയുടെ കള്ളപ്പണം കുഴൽപ്പണത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ധാരണ. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലുള്ള പണം വിതരണം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സേലത്ത് 4 കോടി രൂപയും കൊടകരയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.56 കോടിയും കവർച്ച ചെയ്യുന്ന നില ഉണ്ടായത്. ഈ വസ്തുതകളെല്ലാം സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നുവെങ്കിലും കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ നിയമപരമായ അധികാരമുള്ള EDയുടെ കുറ്റപത്രത്തിൽ, അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ കാര്യത്തിലും ഇതൊന്നും കണ്ടു മനസ്സിലാക്കി എന്ന് ധരിക്കുന്ന നിലയിലേക്കല്ല നിലപാടുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി 4 വർഷമായി കേസ് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കള്ളപ്പണ കേസ് ഇപ്പോൾ
രൂപം മാറിയിരിക്കുകയാണ്. ഇപ്പോഴതിൻ്റെ അകത്ത് വിചിത്രമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ആലപ്പുഴയിൽ തിരുവിതാംകൂർ പാലസിൻ്റെ വസ്തു വാങ്ങാൻ ഡ്രൈവർ സംഗീതിൻ്റെ കയ്യിൽ ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോഴും കേസ് മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ വിചിത്രമായ ലോകത്ത് ആർക്കെങ്കിലും പറഞ്ഞാൽ ബോധ്യമാകുന്ന ഒരു കാര്യമല്ല. ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ധർമ്മജന് ഈ 3.56 കോടി എവിടെ നിന്ന് കിട്ടിയതാ? ഡ്രൈവറെ ഏൽപ്പിച്ച് ആലപ്പുഴയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് വസ്തു വാങ്ങാനെന്നാണ് പാലസിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്? തിരുവിതാംകൂർ പാലസിൻ്റെ ഭാഗമായിട്ടുള്ളത് ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക, അതുവഴി BJPയെ സംരക്ഷിക്കുക, BJP നേതൃത്വത്തിന് പൂർണ്ണമായ രീതിയിലുള്ള ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപാടുകൾ സ്വീകരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ RSSും BJPയും എടുക്കുന്ന സമീപനം തന്നെയാണ് EDയുടെ നേതൃത്വവും കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കേസിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ED ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉപകാരം. RSSന് വേണ്ടി BJPക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട നിലപാടും സ്വീകരിക്കാൻ ED തയ്യാറാകുകയാണ്. കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള സഹകരണ മേഖലയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് CPMനെതിരായിട്ട് തിരിച്ചുവിട്ട് പാർട്ടി നേതൃത്വത്തെയും പാർട്ടിയുടെ അക്കൗണ്ട് പോലും മരവിപ്പിച്ച് കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്താൻ അവർക്ക് ഒരു മടിയും ED വിഭാഗത്തിന് ഉണ്ടായിരുന്നില്ല. IT അതുതന്നെയാണ് നിലപാട് സ്വീകരിച്ചത്, ഇൻകം ടാക്സുകാരും അതുതന്നെയാണ് നിലപാട് സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ ജയിലിലടച്ചത്. 15 മാസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഇടപെട്ട് ജയിലിൽ കിടക്കുവാൻ മതിയായ കാരണങ്ങളൊന്നും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന കണ്ടെത്തലോടെ അവർക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്ത് പുറത്തുവിടുന്ന നില ഉണ്ടായത്. കേന്ദ്ര ഏജൻസികൾ തെറ്റായ വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. AC മൊയ്തീൻ MLAക്കെതിരായും വീട് റെയ്ഡ് ചെയ്ത് കോടിക്കണക്കിന് പണം കണ്ടുകെട്ടി എന്നെല്ലാമുള്ള പ്രചരണങ്ങളും വസ്തുതാവിരുദ്ധമായിട്ട് ഇവർ സംഘടിപ്പിച്ചതാണ്.